ഗൈസ്, അങ്ങനെ നമ്മുടെ സൂപ്പർ സെൻറ്റർ അഥവാ കിങ്സിലെ കാഴ്ചകൾ തുടരുകയാണ് കേട്ടോ. ഓഫ് റോഡ് അതുപോലെ തന്നെ ക്യാമ്പിംഗ് ഒക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു കടയാണിത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഇതാ കേട്ടോ, ഞങ്ങൾ ഈ പോകുമ്പോഴത്തേക്ക് നമ്മൾ കാറ്റഴിച്ച് വിട്ടിട്ട് പിന്നെ തിരിച്ച് അടിച്ച് കയറ്റാനുള്ള കംപ്രസറാണ് ഇത് ഈ കാണുന്നത് കേട്ടോ. അത് നമ്മുടെ ബാറ്ററിയെ തന്നെ പ്രവർത്തിപ്പിക്കുന്ന കംപ്രസറാണ്. അപ്പം അതാണ് ഈ കാണുന്നത്. അതിന് $99 ഉള്ളൂ. അത് ഇപ്പം വില കുറച്ചിട്ടേക്കുന്നതാണ്. നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ ഓഫ് റോഡ് പോകുമ്പോഴത്തേക്ക് എപ്പോഴും ടയറിലെ എയർ കുറച്ചിട്ട് ആണല്ലോ നമ്മൾ ഓഫ് റോഡിലേക്ക് കയറുന്നത്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് നമുക്ക് എയർ അടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ഓഫ് റോഡ് പോകുന്നവർക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു സാധനമാണിത്. അതുപോലെ തന്നെ ഇത് റിക്കവറി കിറ്റ് ഇത് കേട്ടോ. ഈ ഒരു കിറ്റ് മേടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ സാധനവും ഉണ്ട്. ഇത് കേട്ടോ, നമ്മൾ വിഞ്ച് ചെയ്യുമ്പോഴത്തേക്കുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, സ്ട്രാപ്പ് കാര്യങ്ങളെല്ലാം ഈ ഒരു സാധനത്തിനകത്തുണ്ട്. അപ്പോൾ ആ റിക്കവറി കിറ്റ് ഇവിടെ കിട്ടും. ഇതൊക്കെ പല വലിപ്പത്തിലുള്ള ലൈറ്റുകൾ. ഇത് 9 ഇഞ്ച്, ഇപ്പോൾ എൻ്റെ കയ്യിലൊക്കെ ഇരിക്കുന്ന 7 ഇഞ്ചിൻ്റെയാണ്. പക്ഷെ അത് കിങ്സിൻ്റെ അല്ല, എൻ്റേത് വേറൊരു കമ്പനിയുടെയാണ്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേക്കും ഞാൻ മേടിച്ചുകൊണ്ട് പോയതാണ്. ഒത്തിരി ഉപകാരമുള്ള ഒരു സാധനമാണ്. കാരണം വണ്ടിയുടെ മേളിൽ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് കെട്ടിവെക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. കാരിയർ വേണം. കാരിയർ ഉണ്ടെങ്കിൽ കാരിയറിൻ്റെ മേളിൽ ഈ ബാഗിനകത്ത് വെച്ച് ഇപ്പോൾ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും നനയത്തില്ല. ഇഷ്ടം പോലെ സാധനം കയറിക്കോളൂ അതിനകത്ത്. അത് ഈ കാണുന്നതെന്ന് പറയുന്ന ടയർ ഇൻഫ്ലേറ്റർ, കാറ്റടിക്കാനും ഇതാണ് ഈ ടൈപ്പ്. അതിൻ്റെ പല വെറൈറ്റിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതെല്ലാം കാറ്റടിക്കാനായിട്ടുള്ള സംഭവങ്ങൾ ഇതാണ്. ഇത് ഡ്യുവൽ സംഭവമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്ഷൻ അതിൽ കംപ്രസറെ കൊടുത്തു കഴിഞ്ഞാൽ 2 ടയറിലേക്ക് കാറ്റ് ഒരുമിച്ചടിക്കാൻ പറ്റുന്ന അതിനുള്ള ഫിറ്റിങ്സാണ് ഇത് ഈ കാണുന്നത് കേട്ടോ. പിന്നെ ഇത് ടയർ റിപ്പയർ കിറ്റ്. നമ്മൾ പഞ്ചറൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള റിപ്പയർ കിറ്റാണ് ഇത് ഈ കാണുന്നത്. ഇതൊരു ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് ഇങ്ങനെ ഈ രീതിയിലാണ് ഇതിൻ്റെ പിടിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് അത് ഈ കാണുന്ന പല വലിപ്പത്തിലുള്ള ഓനിങ് ആണ്. എൻ്റെ കയ്യിലിരിക്കുന്നതൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് പല ടൈപ്പ് ഓനിങ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ അത് ഈ കാണുന്ന മുഴുവൻ പല വലിപ്പത്തിലുള്ള ഗസീബോകളാണ്. അതുപോലെ തന്നെ ഗസീബോയ്ക്കകത്ത് തന്നെ ഫിറ്റ് ചെയ്യാവുന്ന ടെൻറ്റാണ്. ഇത് കണ്ടോ, വലിയൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഗസീബോ അടിച്ച് അതിൻ്റെ അടിയിൽ മാറ്റൊക്കെ ഇട്ടിട്ട് ഇപ്പുറത്ത് ടെൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ സ്വാഗാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ടെൻറ്റ് അടിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ഗസീബോയ്ക്കകത്ത് തന്നെ നമുക്ക് ടെൻറ്റ് അടിച്ച് നമുക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റും. ഇതുണ്ടാവും. പക്ഷേ അത് വലിയൊരു ഗസീബയാണ്. അത് ഈ പറയുന്ന പോലെ ചെറിയ പരിപാടി ഒന്നും നടക്കത്തില്ല. അത്യാവശ്യം വലിപ്പവും വെയിറ്റും കാണും. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. പക്ഷേ ഒരു 2 ഫാമിലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ട് പോയി ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് ഗസീബോ പല വലിപ്പത്തിലുള്ളതുണ്ട് കേട്ടോ. ഇതാണ്. ഇത് ഈ കാണുന്ന എല്ലാം സ്വാഗാണ്. പല ടൈപ്പ് സ്വാഗ്. സിംഗിൾ ആയിട്ടുള്ള സ്വാഗുണ്ട്. ഇതിപ്പോൾ സിംഗിൾ ആയിട്ടുള്ളത് പിന്നെ 339. അതുപോലെ തന്നെ ഇത് ഡബിൾ 2 പേർക്ക് കിടക്കാവുന്നത്. പക്ഷേ ഇതിനൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. 2 പേര് വേണം ഇത് പാക്ക് ചെയ്ത് ഇത് ചെയ്യാനായിട്ട് കേട്ടോ. ഇതാണ്. ഇതെല്ലാം ബെഡുകളാണ്. ക്യൂൻ എന്താ സെൽഫ് ഇൻഫ്ലേറ്റിംഗ് മാട്രസ് എന്ന് എഴുതി വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബെഡ് കാര്യങ്ങളെല്ലാം അതിവിടെയുണ്ട്. അതിൻ്റെ ഡിസ്പ്ലേ ഈ കാണുന്നത് കേട്ടോ. ഇതെന്നൊക്കെ പറയുന്നത് നല്ല കംഫോർട്ടാണ്. ഇത് കേട്ടോ, നല്ല കംഫോർട്ടായിട്ട് അത്യാവശ്യം കട്ടിയുള്ള ബെഡാണ്. അതിൻ്റെ പാക്കറ്റുകളായിട്ട് കേട്ടോ. ഞാൻ പക്ഷേ എപ്പോഴും യൂസ് ചെയ്യുന്നത് മറ്റേ എയർ നിറയ്ക്കാവുന്ന ബെഡാണ്. എനിക്കതാണ് കുറച്ചുകൂടി കംഫോർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇതാണ്. പിന്നെ ഇത് സ്ലീപ്പിംഗ് ബാഗ്, കിങ്സിൻ്റെ തന്നെ സ്ലീപ്പിംഗ് ബാഗ് കാര്യങ്ങളെല്ലാം ആയിട്ട് ഇതേത് കേട്ടോ. ചെയർ പല വലിപ്പത്തിലും പല രൂപത്തിലുമുള്ള ചെയറുകളാണ്. ഈ ചെയറിനൊക്കെ ഇപ്പോൾ എത്ര
കിഡ്സിൻ്റെ ക്യാമ്പിംഗ് ചെയറിന് $35 ഉള്ളൂ ഇതിന്. പക്ഷേ ഇതിന് അതിൽ കൂടുതൽ കാണും. അതിൻ്റെ വില ഇവിടെ എനിക്ക് തോന്നുന്നു ക്യാമ്പിംഗ് ചെയർ $24 ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ എങ്ങും അങ്ങനെ ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല. അതായത് ഈ കാണുന്നതിന് $25 കേട്ടോ. ഇതുണ്ടോ, ക്യാമ്പിങ്ങിന് പോകുമ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന പാത്രം കഴുകാനുള്ള ബേസൺ, ഇത് കണ്ടോ, ഇതുപോലെയുള്ള ഇതെല്ലാം ഇങ്ങനെ നമുക്ക് ചെറുതാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ പ്ലേറ്റ് കഴുകി വെക്കാവുന്ന ട്രേ, ഇതുണ്ടോ ഇതുപോലെ. പിന്നെ ഇതുപോലെ ഒരു ബേസൺ പോലെ, ഇതെല്ലാം ഇതിനകത്തുനിന്ന് ഇങ്ങനെ വെള്ളം തുറന്നു വിടാനായിട്ട്, വെള്ളം ഇങ്ങനെ പിടിക്കാനായിട്ടുള്ള, സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് പാത്രമൊക്കെ കഴുകിയിട്ട് നമുക്ക് വെള്ളം തുറന്നു വിടാനായിട്ട് പറ്റും. അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ബക്കറ്റുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെറ്റിലാണ്. ഇതേടാ കെറ്റിൽ. അതുപോലെ തന്നെ 12 വോൾട്ടിൽ ഇത് ചെയ്യുന്ന മൈക്രോവേവ് ചെറുത്. ഇതേടാ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന ചെറിയ ടോസ്റ്റർ. അതുപോലെ തന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്കും കത്തി, അങ്ങനെയുള്ള കുക്കിങ്ങിനുള്ള സർവ്വ സംവിധാനമായിട്ടുള്ള സംഭവം. എനിക്ക് $30 ഉള്ളൂ. അപ്പോൾ നമ്മൾ ക്യാമ്പിങ്ങിന് പോകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ക്യാമ്പിങ് നല്ല രസമായിരിക്കും. നമ്മൾ ഈ ക്യാമ്പിങ്ങിന് പോകുമ്പോഴത്തേക്കും പകുതി സാധനമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും അരോചകരമായിരിക്കും ക്യാമ്പിങ്. അതാണ് ഈ ക്യാമ്പിങ്ങിന് പോകുമ്പോഴത്തേക്ക് എല്ലാ സാധനവും നമ്മുടെ കൈ വേണം. നമ്മുടെ വീട്ടിൽ കംഫോർട്ടായിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും സാധനമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കംഫോർട്ടായിരിക്കും നമുക്ക്. പിന്നെ ഈ ടൈപ്പ് പാത്രങ്ങൾ, അതുപോലെ തന്നെ ഇവരുടെ തന്നെ ചെറിയ ബാർബിക്യൂവിൻ്റെ സെറ്റ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തീയിട്ട് കത്തിക്കാനായിട്ടുള്ള ഫയർ പിറ്റ്. ഇത് അത്യാവശ്യം വെയിറ്റുള്ള കേട്ടോ. ഇതിന് അത്യാവശ്യം വെയിറ്റുള്ള, പക്ഷേ അതിങ്ങനെ ഡിസ്മാൻഡിൽ ചെയ്ത് ചെറുതായിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഇതുപോലെയുള്ള സാധനങ്ങൾ, ഇതുണ്ടോ സ്വിങ് ബാർബിക്യൂ. അപ്പോൾ അടിയിൽ തീ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ബാർബിക്യൂ സെറ്റ് ചെയ്യാനായിട്ട്. ഇത് കേട്ടോ അതിൻ്റെ പടം കൊടുത്തേക്കുന്നത് കണ്ടോ. അപ്പോൾ അതുപോലെ എൻ്റെ ഈ സാധനം ഇരിപ്പുണ്ട്. ഇതും ഭയങ്കര എളുപ്പമാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫയർ പിറ്റാണ്. പക്ഷേ ഇത് ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് ബൈക്കേൽ ഇങ്ങനെ വെച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റിയ ഒരു സംഭവമാണിത്. ഇവിടെ ഇല്ലാത്ത സംഭവമൊന്നുമില്ല. ഇതെന്നാണെന്നറിയോ, നമ്മൾ ക്യാമ്പിങ്ങിന് പോകുമ്പോഴത്തേക്കും ഹോട്ട് വാട്ടറിനകത്ത് കുളിക്കാനായിട്ടുള്ള പമ്പാണ് ഈ കാണുന്നത് കേട്ടോ. പോർട്ടബിൾ ഗ്യാസ് ഹോട്ട് വാട്ടർ സിസ്റ്റം പമ്പ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ട്രിപ്പോഡും ഉണ്ട് കേട്ടോ. അടിപൊളി. ഇവിടെ ഇല്ലാത്ത പരിപാടിയൊന്നുമില്ല. നമുക്ക് വേണ്ട എല്ലാ സംവിധാനവും ഇവിടെ ഇവന്മാർ കളിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാഗുകൾ, പല ടൈപ്പ് പല വലിപ്പത്തിലുള്ള ബാഗുകൾ. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച മേടിച്ചായിരുന്നു ഒരെണ്ണം, കിങ്സിൻ്റെ. ഇതുണ്ടോ $29 4 ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലുതാണ്. ഇതുണ്ടോ ഇതിനകത്ത് അത്യാവശ്യം സാധനങ്ങൾ കയറാവുന്ന പാകത്തിനുള്ള ബാഗാണ് കേട്ടോ. അങ്ങനത്തെ 4 എണ്ണത്തിന് $30. ഇതുപോലെ ഇങ്ങനെയായിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ മടക്കി വെച്ചിരിക്കുക. പിന്നെ ക്യാമ്പിങ്ങിന് പോകുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഈ കാണുന്നത് കേട്ടോ. ഈ കണ്ടൻസേഷൻ മാറ്റ് എന്ന് പറഞ്ഞ സംഭവം. ഇതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിലുള്ള, നമ്മളിങ്ങനെ രാത്രിക്കൊക്കെ കിടക്കുമ്പോഴത്തേക്കും ഭൂമിക്കടിയിൽ നിന്ന് തണുപ്പ് വരും. അപ്പോൾ അങ്ങനെ തണുപ്പ് വരുമ്പോഴത്തേക്കും ആ തണുപ്പിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മാറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ടെൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട്, ശരിക്കും പറഞ്ഞാൽ ടെൻറ്റിനകത്ത് ഇത് വിരിച്ചതിന് ശേഷമാണ് നമ്മൾ ബെഡ് ഇടേണ്ടത്. അപ്പോൾ അതിനുള്ള ഒരു കണ്ടൻസേഷൻ മാറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ അതിവിടെ മേടിക്കാൻ കിട്ടും. പിന്നെ ഇതുപോലെയുള്ള സ്റ്റോറേജ് ഉള്ള സംഭവങ്ങളെല്ലാം ഈ കാണുന്ന എല്ലാം സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ളതാണ് കണ്ടോ. ഗൈസ്, അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ. ഇതുപോലെയുള്ള സാധനങ്ങൾ മേടിക്കുവാനായിട്ട് വേറെ എങ്ങും പോകണ്ട. ഇവിടെ ഒറ്റ ഒരു റൂഫിൻ്റെ അടിയിൽ തന്നെ നമുക്ക് വേണ്ട, അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും അവൈലബിളാണ്. അപ്പം നമ്മൾ ഓർത്തിരിക്കുക, കിങ്സിലേക്ക് പോന്നാൽ മതി കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഗുഡ് ബൈ.